അപ്പം നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മമ്മൂട്ടിയുടെ വിജയിച്ച പടങ്ങൾ എന്ന് വെച്ചാൽ മമ്മൂട്ടി അഭിനയിച്ചതിൽ വെച്ച് ഏറ്റവും കൂടുതൽ കളക്ഷൻസ് നേടിയ പടങ്ങൾ പോസ്റ്റേഴ്സാണ് നമ്മൾ ഈ നോക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് നേരിട്ട് വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെടാൻ എല്ലാവർക്കും ഷെയറും ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് ഫസ്റ്റ് പോസ്റ്ററിലേക്ക് കിടക്കാം. നമ്മുടെ ഫസ്റ്റ് പോസ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ ഭീഷ്മപർവം എന്ന് പറയുന്നൊരു മൂവിയാണ്. ഇതിനകത്ത് മെയിൻ പ്രധാന കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ചിരിക്കുന്നത് മമ്മൂട്ടി നമ്മുടെ ഇതിൻ്റെ അകത്ത് അഭിനയിച്ച കുറേ ആൾക്കാരാണ്. മമ്മൂട്ടി കുറേ ഫൈറ്റ് സീൻസും പ്രണയവും അങ്ങനെയൊക്കെ നിറഞ്ഞ ഒരു സിനിമയാണ്. ഇതിനകത്ത് പ്രധാന കഥാപാത്രങ്ങളായിട്ട് അഭിനയിക്കുന്നത് നെടുമുടി വേണു, പിന്നെ നമ്മുടെ മമ്മൂട്ടി, പിന്നെ അമർജിത് സദ, അങ്ങനെ കുറച്ച് പറയുന്ന ആൾക്കാരെ കുറിച്ചാണ്. നമുക്ക് അടുത്തതിലേക്ക് പോകാം. അടുത്ത ഫോട്ടോ കാണിക്കുന്നത് വൺ എന്ന് പറയുന്ന മൂവിയാണ്. ഇതിനകത്ത് മെയിൻ കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ചത് ജോജു ജോർജ്, മമ്മൂട്ടി ഇതിൻ്റെ അകത്തൊരു മുഖ്യമന്ത്രിയായിട്ടാണ് ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. അടുത്ത ഫോട്ടോ എന്ന് പറയുന്നത് നമ്മുടെ റോഷാക്ക് എന്ന് പറയുന്ന ഒരു മൂവിയാണ്. ഇത് വളരെയധികം വിജയിച്ചൊരു മൂവി എന്നാണ് പറയുന്നത്. ഇതിൻ്റെ അത് മെയിൻ കഥാപാത്രമായിട്ട് അഭിനയിക്കുന്നത് നമ്മുടെ ബേസിൽ ജോസഫ്, പിന്നെ നമ്മുടെ മമ്മൂട്ടി. ഈ സിനിമ ജയിച്ചിരിക്കുന്നത് ഏകദേശം 200 കോടിക്കാണ്. നമുക്ക് അടുത്തതിലേക്ക് പോകാം. അടുത്തത് വെയിറ്റ് എന്ന് പറയുന്നൊരു മൂവിയാണ്. ഇത് ഇറങ്ങാൻ പോകുന്നത് നമ്മുടെ ഇറങ്ങിക്കഴിഞ്ഞൊരു മൂവിയാണ്. ഇതിനകത്ത് പ്രധാന കഥാപാത്രങ്ങളായിട്ട് അഭിനയിക്കുന്നത് ഹണി റോസ്, മമ്മൂട്ടി, ശ്യാം ഗോപജിത്ത് എന്ന് പറയുന്ന ഒരാളാണ്. ഇത് ഏകദേശം 100 കോടിക്കാണ് വിജയിച്ച സിനിമയാണ്. അത് നമുക്ക് അടുത്തതിലേക്ക് പോകാം. മലരും കിളിയും എന്ന് പറയുന്നൊരു മൂവിയാണ്. ഇതിനകത്ത് മെയിനായിട്ട് മമ്മൂട്ടിയാണ് അഭിനയിക്കുന്നത്. പിന്നെ നമ്മുടെ മലയാളത്തിൻ്റെ ഒരു പ്രധാന കഥാപാത്രമായ സെഡ്വാർഡ് ജോൺസൺ എന്ന് പറയുന്ന ഒരാളാണ്. ഇത് ഏകദേശം അന്നത്തെ കാലത്തുള്ള സിനിമയാണ്. ഇത് ഏകദേശം 20 കോടിക്കാണ് ജയിച്ചിരിക്കുന്നത്. കാരണം ഇത് കുറേ കൊല്ലം 90s സിനിമയാണ്. നമുക്കൊരു 20 കോടി എന്ന് പറയുന്നത് വളരെയധികം വില പിടിച്ചിട്ടുള്ള ഒരു സിനിമയാണ്. അടുത്തതിലേക്ക് പോകാം. ഹരികൃഷ്ണൻസ് എന്ന് പറയുന്നൊരു മൂവിയാണ്. ഇതിനകത്ത് മെയിനായിട്ട് മമ്മൂട്ടി, മോഹൻലാൽ, പിന്നെ മീന ജോസ് എന്ന് പറയുന്ന തമിഴ് നടിയാണ്. അവരെല്ലാവരുമാണ് ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇത് ഏകദേശം നല്ല രീതിക്ക് തന്നെ വിജയിച്ചൊരു സിനിമയാണ്. ഏകദേശം 25 കോടിക്ക് വിജയിച്ചൊരു സിനിമയാണ്. ഇതും 90s കാലഘട്ടത്തിൽ ഇറങ്ങിയൊരു സിനിമ തന്നെയാണ്. നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഈ സിനിമയുടെ പേര് അഴകിയ രാജാവ് എന്നാണ്. ഇതിനകത്ത് മെയിനായിട്ട് നമ്മുടെ മമ്മൂട്ടി, പിന്നെ ഇടവേള ബാബു, പിന്നെ നമ്മുടെ ജോജു ജോർജ്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് ആൾക്കാരാണ് ഈ സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. ഇത് ഏകദേശം 10 കോടിക്ക് ജയിച്ച സിനിമയാണ്. ഇതും 90s കാലഘട്ടത്തിലുള്ള സിനിമയാണ്. അതുതന്നെയാണ് ഇതിന് അന്നത്തെ 10 കോടി എന്ന് പറയുന്നത് വളരെയധികം വില കൂടിയതാണ്. അപ്പം നമുക്ക് അടുത്ത ഫോട്ടോയിലേക്ക് പോകാം. അടുത്ത ഫോട്ടോ എന്ന് പറയുന്നത് കോട്ടയം കുഞ്ഞിച്ചൻ എന്ന് പറയുന്നൊരു സിനിമയാണ്. ഇതിൻ്റെ പാർട്ട് 1, ഇതിൻ്റെ പാർട്ട് 3, ഇതിൻ്റെ കുറേ 90s സിനിമകൾ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ 1, പക്ഷേ ഇതിൻ്റെ അകത്ത് ഇത് വലിയ അവകാശപ്പെടുന്നത് ഇതുവരെ ആരും ഇറക്കാത്ത സിനിമ തന്നെയാണ്. മറ്റേതൊക്കെ എല്ലാവരും പൊട്ടിയെടുത്ത സിനിമ തന്നെയാണെന്നാണ് എല്ലാവരും പറയുന്നത്. 2015 ഇറങ്ങിയ വളരെയധികം വിജയിച്ചൊരു സിനിമയാണ്. ഇത് ഏകദേശം 100 കോടിക്ക് തന്നെയാണ് വിജയിച്ചിരിക്കുന്നത്. അടുത്ത ഫോട്ടോ എന്ന് പറയുന്നത് ടർബോ ആണ്. 2024 പുറത്തിറങ്ങിയ ടർബോ 300 കോടിക്കാണ് വിജയിച്ചിരിക്കുന്നത്. ഇത് വളരെയധികം വിജയിച്ചൊരു സിനിമ തന്നെയാണ്. 100 കോടിക്കാണ് സിനിമ വിജയിച്ചിരിക്കുന്നത്. അതിലധികം കളക്ഷൻസൊക്കെ നേടിയുള്ളൊരു സിനിമയാണ്. ഫൈറ്റ് സീൻസും പ്രണയവും ഇമോഷൻസും മമ്മൂട്ടിയാണ് ഇതിനകത്ത് പ്രധാന കഥാപാത്രമായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. ഇത് വളരെയധികം വിജയിച്ചൊരു സിനിമയാണെന്നാണ് എല്ലാവരും പറയുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. തിയേറ്ററിൽ പോയി മസ്റ്റ് വാച്ച് കാണും. അടുത്ത ഫോട്ടോ എന്ന് പറഞ്ഞാൽ കണ്ണൂർ സ്കോട്ട്സാണ്. ഇത് കൊലപാതകവും ക്രൈം കേസും എല്ലാം നിറഞ്ഞിട്ടുള്ള മമ്മൂട്ടി പ്രധാന വേഷങ്ങൾ ആയിട്ട് എത്തിയിരിക്കുന്ന ഒരു സിനിമയാണ്. 2021 ഈ സിനിമ പുറത്തിറങ്ങിയിരിക്കുന്നത്. അടുത്ത ഫോട്ടോ എന്ന് പറയുന്നത് നമ്മുടെ ഭ്രമയുഗമാണ്. ഭ്രമയുഗം എന്ന് പറയുന്നത് വളരെയധികം വിജയിച്ചൊരു സിനിമ തന്നെയാണ്. ഇതിൻ്റെ മെയിൻ കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ചിരിക്കുന്നത് വെറും 4 ആൾക്കാർ മാത്രമേ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളൂ. അതായത് മമ്മൂട്ടി, പിന്നെ നമ്മുടെ KPC ലളിതയുടെ മൗനി, പിന്നെ അതൊക്കെയാണ് ഇതിനകത്ത് മെയിൻ കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. അപ്പം ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത്
മമ്മൂട്ടിയുടെ വിജയിച്ച സിനിമകളാണ്. കുറേ സിനിമകൾ മമ്മൂട്ടിയൊക്കെ വിജയിച്ചിട്ടുണ്ട്. അത് നമുക്ക് നിങ്ങൾക്ക് ഇനിയും ഈ വീഡിയോ വേണമെങ്കിൽ ഇതിൻ്റെ പാർട്ട് 2 വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് കമൻറ്റ് ചെയ്യുക. കുറേ സിനിമകളിൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഒന്നിട്ടാന്ന് വിചാരിച്ചു, പിന്നെ പാർട്ട് 2 ആയിട്ട് ഇടാം എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ചാനൽ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ബെല്ലൈക്കൺ ഓൺ ചെയ്യുക. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതായിട്ട് കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ വീഡിയോൻ്റെ പാർട്ട് 2 നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും ഇടുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ സ്റ്റേ ട്യൂൺ.